ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കണമെന്ന്. നമ്മുടെ ഇവിടെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഒന്നും കിട്ടാനുണ്ടായില്ല. അങ്ങനെ അതേ എൻ്റെ മാമയുടെ വൈഫ് കോഴിക്കോടായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. സംഭവം വലിയ വലുപ്പമൊന്നുമില്ല, എന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടി. ഇനി ഇതേ അതൊന്നൊരു മസാല വരട്ടി വെക്കാം. നമ്മളത് പൊരിച്ചിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ടു, പിന്നെ അതേ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാടൊന്നും മസാലകൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റിനെ കളയുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേക്കണം കേട്ടോ. കല്ലുമ്മക്കായ ചെമ്മീൻ അങ്ങനത്തെ ബിരിയാണിക്ക് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും കേട്ടോ. റൈസ് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുറേ പീസൊന്നും കിട്ടണമെന്നില്ല, പക്ഷേ ആ ഒരു റൈസ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതും ചെറിയ അരിയിൽ വെക്കണം കേട്ടോ ബിരിയാണി. അപ്പോൾ അതേ ഇതിലിത്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം പൊരിക്കാനും ഇത് നമുക്ക് പച്ചക്കായിട്ട് മസാലയിൽ ഇടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒരു പിടി വെച്ചിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. ആകെ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ്. പിന്നെ അതേ മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്ന അരി ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിയായിട്ട് എടുത്തിട്ടുള്ളത്. ചെറിയ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു അരിയുടെ ബിരിയാണിക്ക്. ഇനി കുറച്ച് നേരം നമ്മൾ ഈ ഒരു അരി ഒന്ന് കുതിർത്താനായിട്ട് വെക്കണം കേട്ടോ. ഇനി നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഇതേ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓയിലൊക്കെ നന്നായി ചൂടായതിന് ശേഷം കല്ലുമ്മക്കായ മൊത്തത്തിലിട്ട് കൊടുക്കുക. അത് ഒറ്റ ട്രിപ്പിന് പൊരിച്ചെടുക്കാനുള്ളതുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. ഒരുപാടൊന്നും ഡ്രൈ ആയിട്ട് കിട്ടണ്ട. അപ്പം അങ്ങനെ ഓരോ ഭാഗം ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മളിതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ പൊരിച്ചതൊക്കെ കോരിയെടുത്ത് ഇനി ആ ഒരു ചട്ടിയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു ഇത്തിരി പെരിഞ്ചീരകവും അതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പൊട്ടുന്നത് വരെ കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ 2.5 സവാള കേട്ടോ ഇടുന്നത്. അര ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഉള്ളി പൊരിച്ചിടാനായിട്ടാട്ടോ. അപ്പോൾ സവാള നന്നായി വാടി കിട്ടിക്കഴിഞ്ഞാലാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു പാത്രം ചെറുതായിട്ടൊരു സ്പേസ് കുറവായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതക്കിയിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനായിട്ട് ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രം കേട്ടോ, വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ഇതിലിടുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതേ ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളി ആട്ടാ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. തക്കാളി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ അതുവരെ ഡ്രൈ ആയി കിടന്നിരുന്ന ആ ഒരു മസാല ആ ഒരു തക്കാളിയുടെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഗ്രേവി ടൈപ്പ് ആവും കേട്ടോ. അപ്പം അങ്ങനെ അതേ തക്കാളിയൊക്കെ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആകെപ്പാടെ ചേർക്കുന്നത് ഈ ഒരു ബിരിയാണി മസാല മാത്രാട്ടാ. ഇതെൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ്. ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയുടെ ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല മാത്രമല്ല, ഫിഷ് മസാല, അറബിക് മസാല, ചിക്കൻ മസാല, പിന്നെ അതുപോലെ രസപ്പൊടി, സാമ്പാർ പൊടി, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ പൊടി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എവിടെ ആയാലും ഞാൻ കൊറിയർ അയച്ച് തരും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു മസാലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കപ്പ് എന്നൊക്കെ പറയുമ്പോൾ 1/2 കിലോനാണ് റൈസ് വരുന്നത്. അതിലേക്ക് 2 സ്പൂൺ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു പൊടിയും വേണ്ട, ഈ ഒരു ഒറ്റ പൊടി മാത്രം മതി. അതിട്ടിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് തൈരാട്ടാ.
തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ആ ഒരു ഗ്രേവി ഇത്തിരിയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാലയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേക്കാതെ കുറച്ച് കല്ലുമ്മക്കായ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും അതിലൊരു ഇത്തിരി വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ സവാളയ്ക്ക് കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തൈരൊക്കെ ഒഴിച്ചപ്പോഴേക്കും ഉപ്പ് കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ കല്ലുമ്മക്കായ, അതിലൊരു ഇത്തിരി ഓയിൽ ഉണ്ടായിരുന്നില്ലേ പൊരിച്ചതും കൂടെ, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ നമ്മുടെ ആ ഒരു ബിരിയാണിക്ക് വരണം. കുറച്ച് നേരം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു മസാലയ്ക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഇതുവരെ കറിവേപ്പില ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലാട്ടോ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആ ഒരു മസാലയുടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മസാല സെറ്റായി കിട്ടി. ഇനി റൈസിൻ്റെ പണി തുടങ്ങുക. കുക്കറിലാണ് റൈസ് വെക്കുന്നത്. ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ ചോറിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്തേക്കാട്ടാ. പിന്നെ ഇതിലേക്ക് ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. സ്പൈസസ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര സവാളയാട്ടാ. നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അര സവാള ചെറുതാക്കി തിന്നായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ അരിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കണം. അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. 1 മിനിറ്റോളം ഈ ഒരു അരി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ആ ഒരു നെയ്യിലൊക്കെ ഒന്ന് കിടന്ന് അരിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിക്കിട്ടും. ഒന്ന് നന്നായി മിക്സാക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഒരുപാട് ടൈമൊന്നും നമ്മുടെ അരി കുതിർത്താൻ നിന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു അളവിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കർ മൂടി വയ്ക്കുക. ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ബിരിയാണിക്ക് ഒരു ഇത്തിരി അലങ്കാരപ്പണി ആവാമെന്ന് വിചാരിച്ചു. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അര സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതേ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ അത് പൊരിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതേ നമ്മുടെ ആ ഒരു റൈസ് സെറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇനി മസാലയുടെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിത് ദമ്മിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഇതേ റൈസൊക്കെ ഇട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ആ ഒരു ഉള്ളിയുടെ ഫ്രൈയും കൂടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ദമ്മാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ റൈസൊക്കെ ഏകദേശം ദമ്മായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ടൈമില്ല. ആമിക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണതാണ്. കണ്ടില്ല, മേലെ ഇട്ടിട്ടുള്ള എല്ലാതും നന്നായിട്ടൊന്നൊരു വാടി വന്ന പോലെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതാ റൈസും മസാലയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ബിരിയാണിയുടെ ലുക്ക്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.